ഈ വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് വെറുതെ കുളത്തിൽ നിന്ന് അടിക്കുന്നതല്ല. ഈ മയിൽ ഇവിടെ എന്നും ഉള്ളതാന്നാ പറഞ്ഞേ. പേടിയില്ലേനാ? ഇതിന്റെ പേരെന്നാ? ജൂലി. 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 ഇയാളാണ് കേട്ടോ നമ്മളെ പാലക്കാട്ടിലെ പാടങ്ങൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നത്. ആര് പാടത്തിറങ്ങിയാലും ഇദ്ദേഹവും കൂടെ ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. എന്തായാലും എന്തോ ചുറ്റിക്കളിയുണ്ട്. ഈ നെല്ലുണ്ടല്ലോ ഒരുപാട് വെള്ളം വേണ്ട കൃഷിയാണ്. എന്നിട്ടും പാലക്കാട് എങ്ങനെയാണ് ഈ കൃഷി ഇത്രയും സക്സസ്ഫുൾ ആയി ചെയ്യുന്നത്? ഇവിടെ നല്ല വെയിലല്ലേ, പൊരിഞ്ഞ ചൂടും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പൈപ്പിൽ കൂടി വരുന്നത് കുളത്തിലെ വെള്ളമല്ല. ഇത് ജലസേചനത്തിന് വേണ്ടി മലമ്പുഴ ഡാമിൽ നിന്നും ഓരോ പാടശേഖരത്തേക്കും പ്രത്യേകം പ്രത്യേകം ഇട്ടിരിക്കുന്ന പൈപ്പ് ലൈനുകളാണ്. എന്നിട്ടത് കാനകീറി ആവശ്യമുള്ളിടത്തേക്ക് പാടത്തൂടെ കൊണ്ടുപോകും. പക്ഷെ പ്രശ്നം എവിടെയാണെന്ന് വെച്ചാൽ കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ നെല്ല് ചീഞ്ഞു പോകും. അങ്ങനെ ചീഞ്ഞു പോകാതിരിക്കാൻ പല പോംവഴികളുണ്ടെന്നാണ് ഋതു പറഞ്ഞത്. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടയുന്ന ചെറിയ ഷട്ടർ ഗേറ്റ് മുതൽ സിമന്റ് ചാക്കിൽ മണ്ണ് നിറച്ച് വരെ വെള്ളത്തിന്റെ വരവ് തടയാറുണ്ടത്രേ. പിന്നെ എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ജൂലി എന്തിനാ എല്ലാ കണ്ടത്തിലും പോയി ഇറങ്ങി കയറുന്നത്? ചിലപ്പം വെള്ളത്തിന്റെ പി എച്ച് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന പുള്ളിക്കാരി ആയിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇവിടെയൊക്കെ ഒരു കുടുംബത്തിന് ഇത്ര ഹെക്ടർ നിലം മാത്രമേ സ്വന്തമായി വിതയ്ക്കാൻ സാധിക്കത്തുള്ളൂ എന്നൊക്കെ കേട്ടു. അതിനെക്കുറിച്ച് അറിയാവുന്ന തോന്നുന്നു നിങ്ങളുടെ പാലക്കാടൻ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിലൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. ആരാ? എന്താ? ആരാ? ആരാ? ആരാന്ന്? ആ അതാണ് ആരാണ്? എന്താണ്?